ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ചിന്താവിഷയമായ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ ഏറ്റവും പ്രസക്തമായി നിലനിൽക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. ഇവിടെ നാം കാണുന്നത് പോലെ തന്നെ യേശു അന്ധയാചകനായ ബർത്തിയോമേസിന് കാഴ്ച നൽകുന്ന ഭാഗം ഏറ്റവും മനോഹരമായിട്ടാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷം നമ്മുടെ മുന്നിലോട്ട് വരച്ചു കാട്ടുന്നത്. വഴിയരികിലിരുന്ന ബർത്തിയോമേസ് തന്റെ മുൻപിലൂടെ കടന്നു പോകുന്ന യേശുവാണെന്ന് അറിഞ്ഞപ്പോൾ തന്റെ ശക്തി മുഴുവനും ഉപയോഗിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നു. എന്നാൽ ചുറ്റുമുള്ളവർ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവനിലെ ആത്മധൈര്യവും യേശുവിന് മാത്രമേ തന്റെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിന് വെളിച്ചം പകരാൻ കഴിയൂ എന്ന ആഴമായ വിശ്വാസവുമാണ് അവനിലോട്ട് കാഴ്ചയായി വെളിച്ചമായി കടന്നു വരുന്നത്. ഈ നോയമ്പിൽ നമുക്കും വിചിന്തനം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അന്ധയാചകനായ ബർത്തിയോമേസിനെ പോലെ യേശുവിനെ നമ്മുടെ ജീവിതത്തിലെ പാപമാകുന്ന അന്ധതയിലേക്ക് വിളിച്ചു വരുത്തുവാനും നമ്മിലെ പുറങ്കുപ്പായം അഴിച്ചുമാറ്റി പരസ്പര സ്നേഹത്തിന്റെ, പ്രത്യാശയുടെ, സാഹോദര്യത്തിന്റെ, പ്രതീക്ഷയുടെ പുതിയ വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുവാനും നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.